വന്യജീവി ആക്രമണമുണ്ടായ കണ്ണൂർ കീഴ്പള്ളി ചതിരൂരിൽ നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നാട്ടുകാരുമായി ചർച്ച നടത്തുന്നുണ്ട്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, അവിടെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? നാട്ടുകാരുടെ ഒരു ആശങ്ക എന്നതിനപ്പുറത്തേക്ക് അവിടെ ഈ വന്യജീവി എത്തിയത് കടുവ തന്നെയാണെന്ന് വനം വകുപ്പ് ഉറപ്പിക്കുന്നുണ്ടോ? വിജയകുമാർ, വനം വകുപ്പ് അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ആറളം പഞ്ചായത്തിലെ കീഴ്പള്ളി നീലായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുൻപ് ഒരു വീട്ടിലെ നായയെ പിടികൂടിയിരുന്നു. ഇന്നലെ രാത്രി വളർത്തുനായയെ, അതായത് ചുണ്ടന്തടത്തിൽ ബിനോയ് എന്ന ആളുടെ വളർത്തുനായയെ കടുവ പിടികൂടി. കടുവയുടെ സാന്നിധ്യം കുറച്ച് ദിവസങ്ങളായി ഇവിടെയുണ്ട്. ശബ്ദം കേൾക്കുന്നു. കാൽപ്പാട് വെച്ച് അവർക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എന്നാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. നാട്ടുകാരുമായൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. നമുക്ക് എന്താണ് ശരിക്കും നിങ്ങളുടെ ആശങ്ക എന്താണ്? നമ്മുടെ ആശങ്ക ഇത് തീർച്ചയായിട്ടും ഈ കടുവയെ ഇവിടുന്ന് കൂട് വെച്ച് മാറ്റി കൊണ്ടുപോകേണ്ടതാണ്. ഒരു മറ്റ് പോംവഴിയൊന്നും നമ്മുടെ മുമ്പിലില്ല. ക്യാമറ വെക്കുകയോ ലൈറ്റ് വെക്കുകയോ ആ പോംവഴികളൊന്നും ഇതിന് സ്ഥിരീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം ഞാൻ പട്ടിയെ ഇട്ടിരുന്ന കൂട്ടിൽ 2 ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കടന്നു വന്നിട്ടാണ് ഈ പട്ടിയെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അത് ഒരു തരത്തിലും ഈ ലൈറ്റുകളോ അല്ലെങ്കിൽ ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ല. ഇതിന് ശാശ്വതമായ പരിഹാരം ഇതിനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുക, ഇതിനെ കൂട് വെച്ച് പിടിക്കുക എന്നുള്ള. ക്യാമറയൊന്നും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വെച്ച് പിടിക്കണമെന്നാണ്. ഇവിടെ ഈ കടുവയെ കണ്ടു എന്ന് അവകാശപ്പെടുന്ന ആരാളുള്ളത്? ഇവിടെ അങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ അതായത് ഇത് വനാതിർത്തി മേഖലയാണ്, വനാതിർത്തി പ്രദേശം കൂടിയാണ്. അവിടെ ഈ നാട്ടുകാർ അങ്ങനെ പ്രതിഷേധിക്കുന്നത്. ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞാരാ? കണ്ടു ഒരു 11:30 ആയ സമയത്ത് ഞാൻ 9 മണിക്ക് റബ്ബർ വെട്ടി 11 മണിയായപ്പോൾ പാലെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പട്ടി കരഞ്ഞു. ഞാൻ ആ പട്ടീനെ പുറത്തിറക്കി കൊണ്ടുപോയപ്പോഴാണ് എൻ്റെ വീടിൻ്റെ ഒരു കുറച്ച് അകലത്തിൽ ഒരു വീടിൻ്റെ റോഡിനോട് ചേർന്ന് ഇങ്ങനെ ഒരു തിട്ടയിൽ ഇത് നിന്ന് കഴിയുമ്പോൾ ഞാൻ ആദ്യം ഓർത്തു ഇത് വേറെ വല്ല എന്നാൽ ഞാൻ ടോർച്ച് അടിച്ചപ്പോൾ ഒരു അടുത്ത പട്ടിക്കൂട്ടിലേക്ക് നോക്കിയത് നിൽക്കുന്നത് അവരുടെ പട്ടിയനെയാണ്. 2-3-4 അതിൻ്റെ 2 ദിവസം മുമ്പ് ഈ പട്ടീനെ കടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, തുടലേ കിടന്ന കാരണം. അത് കഴിഞ്ഞാണ് ഈ മുകളിലത്തെ വീട്ടിലെ ഒരു ചാട്ടൻ്റെ പട്ടീനെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞേച്ച് ഈ ഒന്നോടെ ഞാൻ ടോർച്ച് അടിച്ചപ്പോൾ ഈ കടുവ ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും ഇത് കടുവയാണെന്ന് പറഞ്ഞു. അത് കടുവ തന്നെയാണ്, ഞാൻ കണ്ടതാണ്. വരയുണ്ട്, കറുത്ത വരയാണ്, നല്ല നീളമുണ്ട്, വാലൊക്കെ നല്ല തളർത്തി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഞാൻ ടോർച്ച് അടിച്ചപ്പോൾ കടുവ എൻ്റെ നേരേക്ക് നോക്കി. എൻ്റെ പട്ടി ഇതിനെ കണ്ടു. എൻ്റെ പട്ടി എന്നെയും തുടലോടുകൂടി വലിച്ചോണ്ട് ഓടി. അന്ന് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. ഇനി എനിക്ക് ഒരു ഭയമില്ല. എന്ന് വെച്ചാൽ ഈ തോട്ടിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്, ഈ കുടിക്കുന്ന ഈ ഫോറസ്റ്റിൻ്റെ തോട്ടിൽ നിന്നാണ്. ഇപ്പം വലിയ വെള്ളമില്ല, ആശങ്കയുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞങ്ങളുടെ പട്ടിയെ കൊണ്ടുപോയി, നാളെ വരെ ഞങ്ങളെ കൊണ്ടുപോയില്ലെന്ന് എന്താ ഉറപ്പ്? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അതുകൊണ്ട് എന്ത് കൂട് വെച്ച് ഇവിടുന്ന് ഈ കടുവയെ പിടിക്കാതെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ജീവിക്കണം. കൊച്ചു പിടിച്ച് അടച്ചതൊക്കെ ഞങ്ങൾ ഈ തോട്ടർമുണ്ടാ കുടിവെള്ളം കുടിച്ച് ജീവിക്കണം. ഞങ്ങൾക്ക് കിണറോ വെള്ളങ്ങളോ ഒന്നുമില്ല. എല്ലാവരും തോട്ടുവെള്ളം ആശ്രയിച്ചാൽ ജീവിക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതെ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് അവർ പറയുന്നത്. അതായത് ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അതായത് കൂട് സ്ഥാപിച്ച് കടുവയെ പിടികൂടാൻ. സജോ, എന്തായാലും നാട്ടുകാരുടെ ആശങ്ക അവരത് ഉന്നയിക്കുകയാണ്. വനം വകുപ്പ് നടപടികൾ എടുക്കട്ടെ, കൂട് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് വനം വകുപ്പ് കടക്കട്ടെ എന്ന് നമുക്ക് കരുതാം. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.